ഇവര് സംസാരിക്കുന്നത് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നോ? വിശാലിനോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്നോട് പാർവതിയാ പറഞ്ഞത്. പാർവതി കള്ളം പറയില്ല. അപ്പോ നീയാണ് ഇതിന്റെ ആണിക്കല്ല അല്ലേ? വാസ്തവ വിരുദ്ധമായ കാര്യങ്ങള് വിശാലിനോട് പറഞ്ഞു കൊടുത്ത് അവനെ തെറ്റിദ്ധരിപ്പിച്ചത് നീയാണ് അല്ലേ? മോളെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? പാർവതി, സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ പറ. പറയ് പാർവതി. അമ്മയും പ്രതാപൻ സാറും രഹസ്യമായിട്ട് എന്തോ സംസാരിച്ചു. ദേ, ജാസ്മിൻ അത് ഒളിച്ചു നിന്ന് മൊബൈലിൽ പിടിച്ചെടുത്തു. ഞാൻ ആരും കാണാതെ ഒളിഞ്ഞു നിന്നല്ലേ ഷൂട്ട് ചെയ്തത്? അത് നീ എങ്ങനെ കണ്ടു? അത് കൊള്ളാം. ഇത് അച്ഛൻ പത്തായത്തിലില്ലാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്തു നീ നിന്റെ നാവ് കൊണ്ട് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞ? ഇതെല്ലാം കള്ളോ? പാർവതി അനാവശ്യം പറയുന്നതാ. ഇല്ല, പാർവതി അനാവശ്യം പറയില്ല. വെറുതെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ആരുടെ നേരെയും ഒരു ആരോപണം ഉന്നയിക്കാറുമില്ല. ഇതേ, ഇവൾക്ക് എന്തോ സംശയം തോന്നിയതാ. അതെന്താണെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി. ഞാനെന്ത് പറയാം? എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഒന്നും പറയണ്ട. നീ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കാണിച്ചാ മതി. എടുക്ക. നീ കാണിച്ചാ മതി. കാണിക്ക. ഞാൻ തരില്ല. വിശാൽ, വിശാൽ എന്താ കാണിക്കുന്നത്? വീട് വിശാൽ, എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഇതിലൊന്നുമില്ല വിശാൽ. വിശാൽ, ഇതാണ് ആ വീഡിയോ. ഇപ്പോ പാർവതി പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായല്ലോ. ഞാന് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വിശാലിന് അവന്റെ അമ്മയോടുള്ള സ്നേഹം ഒട്ടും കുറച്ച് കാട്ടാത്ത വിധമാവണം ഗായത്രി ദേവിയുടെ ചരമവാർഷികം നടത്തേണ്ടവൻ. വിശാലിന്റെ മനസ്സിന് തൃപ്തിയാവണം. പ്രതാപ, പണത്തെക്കുറിച്ച് ആലോചിക്കണ്ട. എല്ലാം വളരെ നന്നായി നടത്തണം. വിശാലേ, വീഡിയോ കണ്ടിട്ട് നീ എന്തു പറയുന്നു? ഈ കുടുംബത്തിനെതിരെ ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത്? അമ്മയുടെ ചരമവാർഷികം എങ്ങനെ നന്നായി നടത്താമെന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത്. അതെങ്ങനെയാ വിശാലെ ഒരു മോശം കാര്യമാവുന്നേ? അത് നന്മയുള്ളൊരു കാര്യമല്ലേ? വിശാലേ, ഇനിയെങ്കിലും നീ കഥയറിയാതെ ആട്ടം കാണരുത്. ശരിക്കും ഇതിന്റെ പേരില് നിന്നെ ഞാൻ ശകാരിക്കുക വേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പാർവതി പറഞ്ഞതൊക്കെ അന്ധമായി നീ വിശ്വസിച്ചു. അതാണ് നീ ചെയ്ത തെറ്റ്. കാര്യമൊക്കെ ശരി തന്നെ. ഇതൊരു നല്ല വീഡിയോ അല്ലേ? ഇതെന്തിനാ ജാസ്മിൻ മറച്ചു പിടിക്കാൻ നോക്കിയത്?
ഇതിൽ എന്തോ പ്രശ്നം ഉള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആവാത്ത പോലെ. മതി മതി, നിർത്ത്. ഇതിവിടെ അവസാനിപ്പിക്ക്. വിശാലിനും പാർവതിക്ക് എന്തോ ഒരു അബദ്ധം പറ്റി, അതങ്ങ് ക്ഷമിക്കുക. എന്നിട്ട് എല്ലാവരും അവനവൻ്റെ പണി നോക്കി പോവുക. ജാസ്മിൻ ഒന്ന് വന്നേ. ചെൽ. ആന്റി, എന്താ ആന്റി, എന്താ കാര്യം? പറയടി, നീ എന്തിനാ ഞാനും പ്രതാപനും സംസാരിച്ച വിഷയം ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തത്? അല്ലാന്റി, അത് ചേച്ചി മറന്നേ. ഡേ, മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. അയ്യോ അങ്കിൾ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവോ. പറയടി. പ്രതാപ, വേണ്ട, അവളെ തല്ലുകയൊന്നും വേണ്ട. മാന്യമായിട്ട് ചോദിച്ചാൽ മതി. ഇവള് സത്യം പറയും. ജാസ്മിൻ, പറയ്, നീ എന്തിനാ അത് റെക്കോർഡ് ചെയ്തത്? ഞങ്ങളെ രണ്ടിനെയും ഇവിടുന്ന് കെട്ടിക്കാനാണോ നിന്റെ പ്ലാൻ? ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വിശാലിന്റെ മണവാട്ടിയായി ഇവിടെ കഴിയാമെന്നാണോ നിന്റെ ഉദ്ദേശം? അയ്യോ, അങ്ങനെയൊന്നല്ല ആന്റി. ആന്റി കരുതുന്നത് പോലെയൊന്നും അല്ല. ഞാൻ ഒരു ദുരുദ്ദേശം വെച്ചല്ല അത് ചെയ്തത്. പിന്നെ പിന്നെ നിന്റെ പർപ്പസ് എന്തായിരുന്നു? ആന്റി ഒന്ന് മനസ്സിലാക്കണം. ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയും അങ്കിളിനെ എന്റെ സ്വന്തം അങ്കിളിനെ പോലെയാണ് ഞാൻ കരുതുന്നത്. ഈ കുടുംബമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധമില്ലാത്ത എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റി അങ്കിളിനെയും ഞാൻ ചതിക്കാനോ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കണ്ട ദൈവങ്ങളാ. നിർത്ത് നിന്റെ പാണം പാട്ട്. എന്നിട്ട് ചോദിച്ചതിന് മാത്രം മറുപടി പറയ്. പറയാം. അന്ന് ആന്റി വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാരി ഉടുത്തിരുന്നത്. സൂപ്പർബായിരുന്നു. ആ സാരിയില് ആന്റിയെ വെച്ചിട്ട് റീല് ആന്റി അറിയാതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ സത്യത്തില് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷെ അപ്പോഴാണ് നിങ്ങള് ഗായത്രിയമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അത് കേട്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി. എന്നാ പിന്നെ അതുകൂടെ റെക്കോർഡ് ചെയ്യാന്ന് കരുതി. അതെ, അധികം അഭിനയൊന്നും വേണ്ട. നീ പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണം അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്കത്ര വിശ്വാസം പോരാ. പ്രതാപ, ഇവള് പറയട്ടെ. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെ കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞത്? അതാ ഞാനും ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അവളിത് എങ്ങനെ അറിഞ്ഞൂന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല ആന്റി. കള്ളം പറയരുത് നീ. അയ്യോ, എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. എനിക്ക് അറിയില്ല. നിന്റെ ഫോൺ വല്ലതും അവളുടെ അടുത്ത് നോക്കിയായിരുന്നോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാനെങ്ങാൻ മുറിയിൽ വെച്ചിട്ട് പോയപ്പോ അവളത് എടുത്തു നോക്കിയോന്ന് എനിക്ക് അറിയില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാർവതിയല്ല, അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവള് വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാവില്ല. ശത്രു മനസ്സിൽ കാണുമ്പോ
അത് മാനത്ത് കണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നവളാണ് പ്രഭാവതി. ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ? ആന്റി ഇപ്പോഴും എന്നെ അവിശ്വസിക്കുകയാണോ? എനിക്ക് നിന്നിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ നശിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടില് വലിയൊരു അഭിമാനം ഉണ്ടായി. അതിന് നിന്നോട് പ്രത്യേക നന്ദിയുണ്ട്. നീ പൊയ്ക്കോ. എന്തടി ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോടി. പ്രഭാവതി, ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ വീഡിയോ എൻ്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാണ്. ആവശ്യം വരുമ്പോൾ ഞാനിതൊരായുധമായിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. എന്താ സംഭവിച്ചത്? അവരിന്നിപ്പോ എല്ലാരെയും കാണിച്ച വീഡിയോ അത് തന്നെ ആയിരിക്കുമോ ജാസ്മിൻ എടുത്ത യഥാർത്ഥ വീഡിയോ? അതോ അവരാ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? എവിടെയോ എന്തോ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിച്ചേ? ആ വീഡിയോ എന്തിനാ ജാസ്മിൻ ഒളിഞ്ഞെന്നെടുത്തേ? ഞാൻ പറഞ്ഞു കേട്ട് വിശാൽ സാറെ ഇടപെടുകയും ചെയ്തു. ആകെ നാണക്കേടായി. വിശാൽ സാറിന് വിഷമായി കാണും. പാർവതി, ക്ഷമിക്കണം വിശാൽ സാർ. ഞാൻ അത് ജാസ്മിൻ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കണ്ണും പൂട്ടി വിശ്വസിച്ചു. അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ അമ്മയും അങ്കിളിനെയും ചോദ്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. അത് അബദ്ധമായി പോയി. ഞാൻ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. സാറിന് വലിയ വിഷമായില്ലേ? ഏയ്, ഒന്നും സാരമില്ല. ഞാൻ വിഷമിക്കുന്നതിലല്ല കാര്യം. എല്ലാവരുടെയും മുന്നിൽ നീ മോശക്കാരിയായി പോയില്ലേ, അതാ എന്റെ വിഷമം. നീ മനഃപൂർവ്വം അമ്മയും അങ്കിളിനെയും ജാസ്മിനെയും കരിവാരത്തേക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലേ അവർ കരുതൂ. പാർവതി, നിന്നെ ആരും കുറ്റപ്പെടുത്തരുത്. അത് എനിക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ നീയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ലോണം ആലോചിക്കാതെ ഒരു വിഷയത്തിൽ നീ ഇടപെടരുത്. സർ, ഞാൻ ഇപ്പോഴും പറയാ, ആ വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ട്. രഹസ്യം? പാർവതി, ഇപ്പോ നീ ആ വീഡിയോ കണ്ടതല്ലേ? അതിലെന്താ അവര് പറയുന്നത്? അമ്മയുടെ ഓർമ്മദിനം നന്നായി നടത്തണമെന്നല്ലേ? ശരിയാ, പക്ഷേ ആ വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ടെന്നും അതറിയാൻ ശ്രമിക്കണമെന്നും എന്നോട് പറഞ്ഞത് ഗായത്രി അമ്മയാ. അതുകൊണ്ടാ ഞാനത് വിശാൽ സാറിനോട് പറഞ്ഞത്. അല്ലാതെ ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഉദയനൊരമ്മയാണ് സത്യം. സാർ ഇത് വിശ്വസിക്കണം. ഗായത്രി അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അതില് എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടിരിക്കില്ല സർ. ശരി, ഇത് ഇപ്പൊ നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ഇപ്പൊ ആരെയും നമുക്ക് സംശയിക്കാൻ പറ്റില്ല. അതിനുള്ള തെളിവുമില്ല. മാത്രമല്ല, അമ്മയും അങ്കിളിനെയും എങ്ങനെ സംശയിക്കാനാ? അമ്മ ഇതുവരെ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നെ വളർത്തി ഈ നിലയ്ക്കാക്കിയത് എന്റെ അമ്മയാണ്. എനിക്ക് നൽകുന്ന അത്ര സ്നേഹവും പരിഗണനയും അമ്മ വിപിനും വിനയിക്കും നൽകുന്നു എന്ന് പോലും എനിക്കറിയില്ല. അങ്കിളിനും അങ്ങനെ തന്നെയാ. സ്നേഹമുള്ള ആളാ. അവര് ആങ്ങളെയും പെങ്ങളും അല്ലേ. അവര് പലതും സംസാരിച്ചെന്നിരിക്കും. അതൊക്കെ ജാസ്മിൻ എന്തിനാ വീഡിയോ പകർത്തിയത്? പിന്നെ
നീ ഇത് വലിയ കാര്യമാക്കണ്ട. അവര് സംസാരിച്ചെന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ, അത്രയേ ഉള്ളൂ. കാണുമ്പോ ഒന്നുമില്ല, പക്ഷേ അതിലെന്തോ ഉള്ളതുപോലെ ഇപ്പോഴും എന്റെ മനസ്സിലൊരു തോന്നല്. അത് മാറുന്നില്ല വിശാൽ സാർ. എന്തായാലും ഞാൻ ഈ വിഷയം വിട്ടു. നീ ഇത് മനസ്സിൽ നിന്ന് കളയണം. ഗായത്രി അമ്മ പറഞ്ഞ പോലെ ആ വീഡിയോയിലെ രഹസ്യം അത് കണ്ടെത്തണം. എന്തോ ഭാഗ്യത്തിന് ആ വീഡിയോ ഡബ് ചെയ്ത് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ യഥാർത്ഥ വീഡിയോ കണ്ട് വിശാല് വിശ്വരൂപം എടുത്തേനെ. ഞാൻ കുടുങ്ങിയേനെ. ജാസ്മിൻ, ആന്റിയോ? എന്താ ആന്റി? വലിയ ചിന്തയിലാന്ന് തോന്നുന്നു. എന്താ നീ ചിന്തിക്കുന്നത്? പാർവതിയെ കുറിച്ചാണോ? അല്ല, അവളെ കുറിച്ചല്ലാതെ വേറെന്ത് ചിന്തിക്കാനാ നീ? അല്ല ജാസ്മിൻ? അതെ, അവളെ കുറിച്ച് തന്നെ ആന്റി ഞാൻ ചിന്തിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അവള് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് വളർന്നിരിക്കുക. വിവരം കെട്ടവളെന്ന് കരുതിയിരുന്ന പാർവതി ഇപ്പോ ഒരുപാട് വിവരമുള്ളവളായിട്ട് മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവളെന്ന് നമ്മൾ പുച്ഛിച്ചിരുന്ന പാർവതി ഇപ്പോ എത്ര വിവേകത്തോടെ സംസാരിക്കുന്നത്. എന്നെ അവള് ചോദ്യങ്ങൾ ചോദിച്ച് കീഴ്പ്പെടുത്തുക. പാർവതിക്ക് ഇത്രയും അറിവ് എവിടെന്നാ കിട്ടിയത്? എങ്ങനെ കിട്ടിയത്? ജാസ്മിൻ, നീ പറയുന്നത് ശരിയാ. പാർവതിയുടെ മാറ്റം കണ്ട് ശരിക്കും ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ അവളുടെ ഈ മാറ്റത്തിന് കാരണക്കാരൻ വിശാലായിരിക്കും. അവനായിരിക്കും അവളെ ഇതെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ നീ രഹസ്യമായിട്ടെടുത്ത വീഡിയോ അവളെങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തത്. വല്ല മന്ത്രമോ തന്ത്രമോ അവളുടെ കൈവശം ഉണ്ടായിരിക്കും. അത് വെച്ചാവും ചിലപ്പോ ഞാൻ രഹസ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അവള് കണ്ടുപിടിച്ചത്. അതിനും സാധ്യതയുണ്ട്. ആന്റി, അവളിപ്പോ അവളുടെ സാരിത്തുമ്പിൽ എന്തോ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, അതവളെ ആ കാട്ടിലെ പാമ്പിൻ പുറ്റിൽ നിന്ന് എടുത്തതാ. ഓ, അതെന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അതറിയാൻ എന്താ വഴി? നീ വാ, അവൾ അറിയാതെ അവളുടെ സാരി തുമ്പിന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. ആന്റി, ഇനി വല്ല നാഗമാണിക്കോ മറ്റോ ആണോ? നീ വാ, നമുക്ക് നോക്കാം. വാ. ആ യാത്ര ഒരു ഹണിമൂൺ ട്രിപ്പാക്കാൻ ഏടത്തി മുൻകൈ എടുക്കണമായിരുന്നു. വിപിൻ, ഈ വീട്ടില് എന്നോടും വിശാൽ സാറിനോടും സ്നേഹത്തോടെ പെരുമാറുന്നവരിൽ ഒരാള് വിപിന. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഹണിമൂൺ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ അങ്ങനെ ഒരു യാത്ര കൊണ്ട് മാത്രം ഒരു ദാമ്പത്യ ബന്ധവും ശാശ്വതമാവില്ല. എല്ലാം ഒത്തുചേരുന്ന, മനസ്സ് സ്വസ്ഥമാകുന്ന സമയത്ത് മാത്രമേ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുള്ളൂ. ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അത് വിശദീകരിച്ച എനിക്ക് ഭ്രാന്താണെന്നേ നിങ്ങൾക്കൊക്കെ തോന്നും. അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം എങ്ങനെയാവൂന്നോർത്ത് ഇവിടെ ആരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഐ എം സോറി, ഞാൻ മറ്റൊന്നും മനസ്സിൽ വെച്ചല്ല പറഞ്ഞത്. ഏട്ടന്റെയും ഏട്ടത്തിയുടെ സന്തോഷം അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സന്തോഷവും സുഖവും ആയുസ്സും ആരോഗ്യവും നൽകി ജീവിതത്തിലുടനീളം എല്ലാവർക്കും നല്ലത് മാത്രം വരണേനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ. വിധിയെപ്പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ഏക ആയുധം പ്രാർത്ഥന മാത്രമാണെന്ന് വിശ്വസിക്കുന്നവളങ്ങ്.
ആഹാ, എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യ ചർച്ച? അല്ല, ഞങ്ങൾ വന്നത് തടസ്സമായോ? രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നവർക്കേ രണ്ടുപേര് സംസാരിക്കുന്നത് രഹസ്യമായിട്ട് തോന്നാറുള്ളൂ. അത് അവരുടെ കുറ്റമല്ല. ഒന്നുകിൽ സ്വഭാവ ദൂഷ്യം, അല്ലെങ്കിൽ വളർത്തു ദോഷം. ഇത് രണ്ടേ യഥേഷ്ടമുള്ള ആളിനോടാണ് വിപിൻ ഇപ്പൊ സംസാരിക്കുന്നത്. ജാസ്മിൻ, നിനക്ക് തിരിച്ചറിവില്ലെന്ന് കരുതി മറ്റുള്ളവർക്ക് അതില്ലാന്ന് നീ കരുതരുത്. മതി മതി. സംസാര വിഷയം നല്ലതാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. എന്താ പാർവതി? അയ്യോ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം ഓർത്തേ. വിപിൻ, എന്റെ ഫോണിന്റെ സ്റ്റോറേജ് മെമ്മറി ഫുൾ ആയിട്ടിരിക്കുക. ഇതിലൊന്നും സ്റ്റോർ ആവുന്നില്ല. അതുകൊണ്ട് ഡാറ്റ മെമ്മറി ഒന്ന് മൈനസ് ചെയ്ത് തരാമോ? അതെന്തുവാ?